ഹലോ ഗായ്സ്, നമ്മൾ തായ്ലാൻഡിലേക്ക് പോവാണ്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും ടീച്ചർക്കൊപ്പം തായ്ലാൻഡിലേക്ക് പറക്കാനായിട്ട് റെഡി ആയിക്കോളൂ. ഇപ്പം നമ്മളുള്ളത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അഞ്ചേട്ടനും മക്കളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. വിഷു ഒക്കെ കഴിഞ്ഞുവെങ്കിലും കണിക്കൊന്നയും അതുപോലെ വിഷുക്കണിയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എല്ലാം വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൈ സ്കൂട്ട് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. നേരെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ 9 PM ക്ലാസ്സിൻ്റെ സമയത്തായിരുന്നു നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഞാൻ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിരുന്നു. ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം ഗൈസ്. വരൂ വരൂ വരൂ, നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ തായ്ലാൻഡ് ട്രിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് വിഷ്വലൈസ് ചെയ്യൂട്ടാ. അപ്പോൾ അതേ നമ്മൾ പറക്കുകയാണ് ഗൈസ്. നമ്മൾ സിംഗപ്പൂർ ചെന്നിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് നമുക്ക് തായ്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സിംഗപ്പൂരിൽ ചെന്നു. സിംഗപ്പൂരിൽ ഇറങ്ങി അവിടെ കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് ആയിരുന്നു നമുക്ക് തായ്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റ്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ടീച്ചർ തായ്ലൻഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് വർത്താണ്. നമ്മൾ ചിലവാക്കുന്ന ആ ഒരു പൈസ നമുക്ക് ശരിക്കും വർത്താണ്. അത്രയ്ക്ക് കാണാനുണ്ട്, അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. ഇതുവരെയും നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ അത് എഴുതി വെക്കുക. എല്ലാവർക്കും അത് എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് ടീച്ചർ എല്ലാവരെയും ബ്ലെസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സിംഗപ്പൂർ എയർപോർട്ടിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്നാണ് നമുക്ക് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പോൾ ദേ നമ്മുടെ ബാങ്കോക്കിലേക്കുള്ള, തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മൾ ബാങ്കോക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ്. യെസ്, വളരെയധികം എക്സൈറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ മക്കൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. തൊട്ട് മുന്നേ നമ്മൾ ദുബായ് ട്രിപ്പിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഒരു 6 months മുന്നേ നവംബറിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായും തായ്ലൻഡുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. ശരിക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ ദുബായ് കണ്ടിട്ട് ഇനിയിപ്പോൾ തായ്ലൻഡ് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, അത്രയ്ക്കൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട്, അതായത് ദുബായ്ക്ക് ദുബായിയുടേതായിട്ടുള്ളൊരു ഭംഗി, തായ്ലൻഡിന് തായ്ലൻഡിൻ്റേതായിട്ടുള്ളൊരു ഭംഗി, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ കാറുമായിട്ട് എത്തി. ഇവിടുത്തെ ഞങ്ങൾക്ക് നേരിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവേഴ്സിനൊന്നും മിക്കവാറും പേർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്, എൻ്റെ 5 AM ഹാപ്പിനെസ് ക്ലബിലുള്ള നീലിമാജി. അപ്പോൾ അവർ മുംബൈയിലാണുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഈ ഒരു ടൂർ പാക്കേജിങ് കമ്പനിയാണ് അവർക്കുള്ളത്. അപ്പോൾ ദുബായ് പോയപ്പോഴും നമ്മൾ അവരുടെ പാക്കേജായിരുന്നു എടുത്തത്. അത്യാവശ്യം അവർ നല്ല രീതിയിൽ ആ ഒരു പാക്കേജ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. വളരെ ഭംഗിയാണ് ഇവിടുത്തെ, എന്താ പറയുക, ഓരോ സ്ട്രീറ്റിൻ്റെയും ഭംഗി അമേസിങ് ആണ്, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമ്മളിതേ താമസിക്കുന്ന ആ ഹോട്ടലിൽ നമ്മളെ വിട്ടിട്ട് ഡ്രൈവർ പോയി. നമ്മൾ ഹോട്ടലിനുള്ളിലേക്ക് കയറുകയാണ്. യെസ്, നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാഹുബലി ബിരിയാണിയുടെ വീഡിയോ ഷോർട്സ് ആക്കി ഇട്ടത് നിങ്ങൾ കണ്ടു കാണും. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്, തൊട്ട് വെളിയിൽ കണ്ടില്ലേ, ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ബാഹുബലി ബിരിയാണി ഓർഡർ ചെയ്തത്. സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
ബാഹുബലി ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി, ഒന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ കോണ്ടാക്ട് ചെയ്തു, നമുക്ക് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തായ്ലൻഡിൽ 90% ആൾക്കാരിലധികവും ബുദ്ധമത വിശ്വാസികളാണ്. അപ്പോൾ നമ്മൾ ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഒരു രക്ഷയില്ല, അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കൺട്രിയാണ് തായ്ലൻഡ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ റോഡും കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ അമേസിങ് ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അല്ലേ, എന്ത് ഭംഗിയാണ്. അതിന് ചുറ്റുമുള്ള ആ ഒരു ഗാർഡനൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇവരെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് വളരെ ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ അതേ നിങ്ങൾക്ക് കാണാം, ഇതുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം ഇരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു. മനസ്സിന് കിട്ടുന്നൊരു ശാന്തി, ഒരു സമാധാനം, അത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന വീഡിയോ ചേട്ടൻ എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു പ്ലേസായിരുന്നു. വലിയ പ്രതിമയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ബുദ്ധൻ്റെ പല 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 പ്രതിമകൾ കാണാം. ഇതിൽ ഓരോന്നിലും ഓരോ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ഇരുന്നുകൊണ്ടുള്ളതും നിന്നുകൊണ്ടുള്ളതും ടീച്ചിങ്സ് കൊടുക്കുന്നതും ബ്ലസ് ചെയ്യുന്ന പല തരത്തിലുള്ള ബുദ്ധൻ്റെ പ്രതിമകൾ ആ ഒരു കോറിഡോറിൽ മൊത്തം ഇത് തന്നെയാണ്, 4 ചുറ്റിനും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കും മാക്സിമം പേർക്കും ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക് ട്രാവലീറ്റ് സുജിത് ഭക്തനും ഈ ഒരു ടൈമിൽ തന്നെ തായ്ലാൻഡിലുണ്ട്. പക്ഷേ ഇതുവരെയും കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കണ്ടുമുട്ടാം അല്ലേ. അപ്പോൾ പുറമേ നിന്നുള്ള ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ കേട്ടോ. പോകാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, നമുക്ക് എന്താ പറയുക, അവിടെ വന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു നമ്മൾ നേരിട്ട് കാണാം. നമ്മളിപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണും. ഞാനും ഇതുപോലെ തായ്ലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് സഞ്ചാരം TV ഒക്കെ എടുത്ത്, നമ്മുടെ സഞ്ചാരത്തിൻ്റെ ചാനലുണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിട്ട് തായ്ലൻഡിനെ കുറിച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നമ്മളത് നേരിട്ട് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അമേസിങ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നേരിട്ട മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവരുടെ ഫുഡ് നമ്മുടെ ഫുഡും ഇവരുടെ ഫുഡുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറേയധികം, അതായത് നമ്മൾ ഈ പാറ്റ, പല്ലി, തേള്, പിന്നെ പുഴു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഭക്ഷണത്തിൽ ഇവർ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ തായ് ഫുഡൊന്നും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടെ ഇടയ്ക്കൊക്കെ തായ് ഫുഡ് ആയിരുന്നു ഹോട്ടലിൽ. അപ്പോൾ ഞാൻ ശരിക്കും തായ് ഫുഡിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇന്ത്യൻ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാൻ കഴിച്ചത്. എനിക്ക് തായ് ഫുഡൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ചില ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ട്, പിള്ളേർക്കും ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ആ ഒരു തായ് ഫുഡ് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു അമ്പലത്തിൽ നിന്നും ഇറങ്ങി ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ബുദ്ധൻ്റെ പ്രതിമകളും ആ ഒരു രൂപമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. 1 PM ക്ലാസ്സുകാർക്ക് ഞാൻ ഡയറക്റ്റ് ലൈവായിട്ടത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചെറിയ അമ്പലത്തിൽ നിന്നുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബുദ്ധൻ്റെ പല 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 രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള ബിംബങ്ങൾ നമുക്കിവിടെ കാണാം. അവിടെ ഒരു വാഴ കണ്ടു ഗൈസ്. നിങ്ങൾ ആ വാഴക്കൊലയുടെ നീളം കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിത് സുജിത് ഭക്തൻ്റെ ടെക് ട്രാവലീറ്റ് സുജിത് ഭക്തൻ്റെ ചാനലിൽ ഞാനിത് കണ്ടിരുന്നു. അതിൽ കണ്ടപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ, അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർത്തു, അയ്യോ എന്തോരം വലിയ, അതൊരു ഫാൻസി വാഴയാണ്. വാഴപ്പഴം അത് ഉപയോഗിക്കാനൊന്നും കൊള്ളില്ല, ജസ്റ്റ് ഒരു ഫാൻസി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്പുണ്ട്. നമ്മളിങ്ങനെ ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് ഗോൾഡൻ ബുദ്ധയെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കുറേ മണികൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ആ മണികളും എല്ലാം ഇങ്ങനെ അടിക്കും. നല്ല രസമാണ് അതിൻ്റെ ആ ഒരു ശബ്ദം.
അപ്പോൾ നമ്മൾ ബുദ്ധൻ്റെ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇതാണ് ഗോൾഡൻ ബുദ്ധ. ഞാൻ 1 PM ക്ലാസ്സിൽ കാണിക്കുമ്പോൾ പലരും ബുദ്ധൻ്റെ ആ ഒരു പ്രതിമ കണ്ട് തൊടുന്നത് ഞാൻ കണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഭയങ്കര ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. ഗോൾഡ് ശരിക്കും ആ ഒരു ഗോൾഡ് അത് ഒറിജിനൽ ഗോൾഡ് ആണോ എന്നുള്ളത് ഞാൻ ശരിക്കും ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബുദ്ധയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ നേരെ പോയത് യെസ് മോൻ എൻ്റെ അടുത്തുണ്ട്. ഞാനിതിന് വോയിസ് കൊടുക്കുമ്പോൾ എന്തായിരുന്നു ആ ക്രൂസിൻ്റെ പേര്? നമ്മൾ ക്രൂസ് ഡിന്നർ അല്ലേ? ക്രൂസ് ഡിന്നർ എന്തായിരുന്നു എൻ്റെ പേര്? ചാവോപ്പായ് അങ്ങനെ എന്തോ ഒരു പേരാണ്. ഞാൻ അവിടെ എത്തുമ്പം പിന്നെ പറഞ്ഞു തരാം ഗൈസ്. നമ്മൾ പിന്നെ നേരെ പോയി നമ്മുടെ ഡ്രൈവറാണ് തൊട്ട് മുന്നേ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ അതേ ബുദ്ധൻ്റെ സോങ്ക്രാൻഡ് സെലിബ്രേഷൻ. അതായത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോളി ഇല്ലേ, ഹോളി അങ്ങോട്ടും ഇങ്ങോട്ടും കളർ വെള്ളം ഒഴിക്കുന്ന പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും വെള്ളം കോരി ഒഴിക്കുന്ന സോങ്ക്രാൻഡ് ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അപ്പോൾ എന്തേ നമ്മൾ ക്രൂസ് ഡിന്നറിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ദുബായിലും നമ്മൾ ക്രൂസ് ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. ടീച്ചർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദുബായ് വീഡിയോ കാണാത്തവരൊക്കെ ദുബായ് വീഡിയോ കാണണം കേട്ടോ. നമ്മളൊരു 6 months മുന്നേ ദുബായ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ടാണ് ടീച്ചറിൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാര്യം ഞാൻ അപ്പോഴപ്പോഴും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അപ്പോൾ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് കിട്ടും. ഇതാണോ നമുക്ക് പോകാനുള്ള ക്രൂസ്? യെസ്, ചാവോപ്പായ പ്രിൻസസ് അല്ലേ എന്നാണ് നമ്മുടെ ക്രൂസിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ കണ്ട നമ്മൾ പോയ ആ ക്രൂസിൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി വലിപ്പം വരും. ഇതേ നമ്മൾ ക്രൂസിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ക്രൂസിനുള്ളിലെ കാഴ്ചകൾ. നല്ല നീളത്തിലുള്ള ക്രൂസാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റി. ഇതേ ഞങ്ങൾ മാക്സിമം എല്ലാവരും ഇന്ത്യൻസ് തന്നെ ആയിരുന്നു അല്ലേ? യെസ്, എല്ലാവരും ഇന്ത്യൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിതിന് വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മൂത്ത പുത്രനും കൂടെ ഉണ്ട്. അവന് ഒറാങ്കുട്ടനായിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. ഭയങ്കര രസമാണ്. ഒറാങ്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് ഇത്രയും ഇണക്കമുള്ള ഒരു അനിമലാണെന്നുള്ളത് ഞാൻ ഈ ഒരു ഒറാങ്കുട്ടൻ്റെ അടുത്ത് പോയപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അവിടെ പാട്ടൊക്കെ നടക്കുകയാണ്. കോപ്പിറൈറ്റ് വരുമോ എന്ന് വിചാരിച്ച് ഞാൻ ആ പാട്ടൊന്നും ഇട്ടിട്ടില്ല. അവിടെ പാട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊക്കെ പോയി നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എനിക്ക് ഡാൻസിങ് ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അവിടെ പാട്ടിനൊപ്പം ഞാനും കുറേ നേരം ഡാൻസൊക്കെ ചെയ്തു. ചേട്ടനും പിള്ളേരും ഒക്കെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസൊക്കെ ചെയ്തു. അവിടുത്തെ ഫുഡ് ഐറ്റംസാണ് നിങ്ങൾ ഈ കാണുന്നത്. യെസ്, വെറൈറ്റി ഫുഡ് ഐറ്റംസാണ്. ചിക്കനും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായിരുന്നു. ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷസ്, പിന്നെ സലാഡ്, പപ്പട് അങ്ങനെയൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല ഫുഡ് തന്നെ ആയിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ദേ വേറൊരു ക്രൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് കൂടെ വേറൊരു ക്രൂസ് പോകുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് നിങ്ങൾ കണ്ടോ, എത്ര വലിയ നീളത്തിലുള്ള ക്രൂസാണെന്ന്. ഇങ്ങനെ ദേ എൻ്റെ ഡാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ടീച്ചർ എന്നും പറയുന്ന പോലെ ഒരുപാട് ചിരിക്കണം, ഒരുപാട് എൻജോയ് ചെയ്യണം, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം. ലൈഫിലെ ഓരോ നിമിഷത്തെയും നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കുക. ശരിക്കും പറഞ്ഞാൽ ഡാൻസിന് ഞാനാണ് തുടക്കം ഇട്ട് കൊടുത്തത്. അതിനുശേഷം പിന്നെ പലരും വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡേ 1 വിശേഷങ്ങൾ. ഡേ 2 വിശേഷങ്ങളുമായിട്ട് ടീച്ചർ പാർട്ട് 2 വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബ്ലെസ്സിങ്സ്.